നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1/6/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട്, ഇടവമാസം 18 തീയതി, ശകവർഷപ്രകാരം 1947, ജ്യേഷ്ഠമാസം 11 തീയതി, ഞായറാഴ്ചയും ആയില്യം നക്ഷത്രവും ഷഷ്ടി തിഥിയും വരുന്ന ശുക്ലപക്ഷ ഷഷ്ടി ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ആയില്യം നാളായതുകൊണ്ട് സർപ്പദേവതകളെയൊക്കെ പ്രാർത്ഥിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ഉത്തരായന കാലം ഗ്രീഷ്മ ഋതുവിൽ ഞായറാഴ്ച ദിവസമായാണ് ഇന്ന് സൂര്യോദയം വന്നിരിക്കുന്നത് 6:07 AM-നും സൂര്യാസ്തമനം വന്നിരിക്കുന്നത് 6:39 PM-നും. രാഹുകാലം 5:05 PM മുതൽ 6:39 PM വരെയും, ഗുളികകാലം 3:31 PM മുതൽ 5:05 PM വരെയും, യമകണ്ഠകാലം 12:22 PM മുതൽ 1:57 PM വരെയും, അഭിജിത്ത് മുഹൂർത്തം 11:58 AM മുതൽ 12:20 PM വരെയും, 12:24 PM മുതൽ 12:46 PM വരെയും തുടരുന്നു. ഈ ദിവസത്തെ, അതായത് ജൂൺ 1 തീയതിയിലെ ഗ്രഹനില എന്ന് പറയുന്നത്, ഉദയവും സൂര്യനും നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. ബുധനും ആ രാശിയിൽ തന്നെ നിൽക്കുന്നു. ചന്ദ്രനും ചൊവ്വയും കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. മിഥുനത്തിൽ ഗുരു നിൽക്കുന്നു. ശുക്രന്റെ രാശിമാറ്റം വരുന്ന ദിവസമാണ്. ശുക്രൻ ജൂൺ 1 തീയതി മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനത്ത് നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ ശുക്രൻ വന്നിരിക്കുന്നത് മേടൻ രാശിയിലാണ്. ശനി മീനത്തിൽ തന്നെ, സർപ്പി കുംഭത്തില്, ശിഖി വന്നിരിക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ഗുളികോദയമാണ് വന്നിരിക്കുന്നതെങ്കിൽ തുലാരാശിയിലാണ്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ആയില്യം നാളായതുകൊണ്ട് അതും എല്ലാവരും സർപ്പദേവതകളെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നാഗക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി മഞ്ഞപ്പൊടിയൊക്കെ സമർപ്പിക്കുന്നത്, ആയില്യ പൂജയിൽ പങ്കെടുക്കുന്നതൊക്കെ എല്ലാവിധ കൺകണ്ട ദൈവമായ നാഗദേവതകളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സന്തതികൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ത്വക്ക് രോഗങ്ങൾ, അതുപോലെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, വെരിക്കോസ് ഇവയ്ക്കൊക്കെ ആശ്വാസം വരും. അതിനൊക്കെയായി നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. നാഗരാജദേവൻ വാഴ്ക, നാഗയക്ഷി അമ്മ വാഴ്ക, നാലു ദിക്കും നില കൊള്ളും നാഗദൈവങ്ങളെ വാഴ്ക. നാഗരാജദേവൻ വാഴ്ക, നാഗയക്ഷി അമ്മ വാഴ്ക, നാലു ദിക്കും നില കൊള്ളും നാഗദൈവങ്ങളെ വാഴ്ക. അതുപോലെ അനന്തം വാസിക്കും ശേഷം പത്മനാഭം ജഗാബലം ശംഖബാലം ധൃതരാഷ്ട്രം ദർശകൻ കാളിയൻ തഥാ ഏതാനി നവനാമാനി നാഗാനാം ച മഹാത്മന സായങ്കാലേ പടേ നിത്യം പ്രാതങ്കാലേ വിശേഷതഃ നസ്യേൽ വിഷഭയം സസ്യ സർവത്ര വിജയീ ഭവാം. നാഗദേവതകളെ സ്തുതിക്കുന്നത് അതുപോലെ തന്നെ ഷഷ്ടി കൂടി ആയതുകൊണ്ട് ഷഷ്ടി നാളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആയില്യം കൂടി ആയതുകൊണ്ട് നാഗദേവതകളെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ഒരുപോലെ നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമി എല്ലാവർക്കും സാധാരണക്കാരുടെ ദൈവമായിട്ടാണ് ആണ്ടവനെ കാണുന്നത്. എന്ത് അപേക്ഷിച്ചാലും സേവിക്കാൻ പറ്റുന്ന സേവാമൂർത്തിയാണ്. ഭൂമിയുടെ കാരകത്വം, അതുപോലെ തന്നെ അങ്കാരകനാണ്. എന്ത് കഷ്ടത മംഗലോ ഭൂമിപുത്രച്ചാരണ ഹർത്താധനപ്രദ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കടങ്ങളൊക്കെ മാറുവാൻ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ഥലക്കച്ചവടത്തിന്, ചൊവ്വയുടെ ദോഷങ്ങൾക്കൊക്കെ ആണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയമ്മയും പ്രാർത്ഥിച്ചാൽ നല്ലതാണ്. അപ്പൊ ഷഷ്ടിവ്രതം എടുത്ത് സന്താനങ്ങൾക്ക് സദ്ഗതി വരുത്തുവാനായി പ്രാർത്ഥിക്കാം. മക്കളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വഭാവ വൈകല്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുവാൻ ഷഷ്ടിവ്രതം എടുക്കുന്നത് ഏറ്റവും
ഏറ്റവും നല്ലതാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് സർപ്പദേവതകളുടെ പ്രാധാന്യമുള്ള ദിവസം കൂടി ആയതുകൊണ്ട് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട്, അതായത് ക്ഷേത്രത്തിൽ പോയി നാമമൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഷഷ്ടിവ്രതം എടുക്കുന്ന അങ്ങനെയാണ്. പുലർച്ചെ മുതൽ ഒന്നും അങ്ങനെ കഴിക്കില്ല. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം ചെയ്തതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന നിധിച്ചോറ് കഴിക്കുകയാണ്. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വല്ല പഴമൊക്കെ കഴിക്കാം. അത്രയ്ക്ക് ഇതാണെങ്കിൽ ജ്യൂസ് കഴിക്കാം. അത്രയേ ഉള്ളൂ. പക്ഷെ കഴിയുന്നതും ഒരു നേരം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പടച്ചോറ് കഴിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്ന് കുറേ പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളതാണ്. കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഫലമുണ്ട്. അവിടെ ഒരുപാട് കീർത്തനങ്ങളൊക്കെ അമ്മമാരിരുന്ന് ഇങ്ങനെ കീർത്തനങ്ങൾ ആലപിക്കുക. അമ്മമാർ മാത്രമല്ല പുരുഷന്മാരും വരാറുണ്ട്. പാർവതി ദേവി തൻ്റെ പുത്രന് വേണ്ടിയിട്ട് 108 ഷഷ്ടിവ്രതമാണ് എടുത്തത്. അപ്പോൾ ആ അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സന്താനങ്ങൾക്ക് എല്ലാ സദ്ഗതിയും വരുന്നതിന് ഷഷ്ടിവ്രതം എടുത്താൽ ഏറ്റവും ഗുണഫലങ്ങൾ വരുന്നതാണ്. കാർത്തികേയ കുമാരനെ പാഹി മാം, മൂർത്തി മുക്കണ്ണ സൂനുവേ പാഹി മാം, കീർത്തിയോടെ ഹരിപ്പാട്ടു വാഴുന്ന ശക്തിവേലായുധേശ്വര പാഹി മാം. കണ്ടു കൈകൂപ്പി പ്രാർത്ഥിച്ചാൽ പോരുന്ന ആണ്ടവനാണി ത്രിശക്തി സംഭവൻ. ആണ്ടവൻ എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കുന്ന ആ ആണ്ടവനെ മുരുകാ 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 എന്ന് 1008 പ്രാവശ്യം ജപിച്ചാൽ ഭഗവാൻ ഓടി വന്ന് എല്ലാ അനുഗ്രഹം തരും. മുകുന്ദനും രുദ്രനും ജന്മത്തിനുമാണ്. അപ്പോൾ മുകുന്ദനെ വിളിക്കുമ്പോഴും മുരുക എന്ന് പറയുമ്പോൾ മുകുന്ദനും രുദ്രനും ശിവഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും പരമശിവനും ബ്രഹ്മാവും, അതായത് ത്രിമൂർത്തികളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിൻ ദിവ്യ മയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഷഷ്ടി നാളിൽ ഭഗവാന്റെ ആ ദിവ്യ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ധ്യാന ശ്ലോകം ഒരു 3 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിൻ ദിവ്യ മയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. അങ്ങനെ 3 പ്രാവശ്യം ധ്യാന ശ്ലോകം ജപിച്ചുകൊണ്ട് ഓം വജദ്ഭുവേ നമ എന്ന മൂലമന്ത്രം ജപിച്ചാലും, മുരുക എന്ന് വിളിച്ചാലും, ശരവണഭവ എന്ന് വിളിച്ചാലും, ആണ്ടവ എന്ന് വിളിച്ചാലും, സുബ്രഹ്മണ്യ സ്വാമി എന്ന് വിളിച്ചാലും, വിളി കേൾക്കുന്ന സാധുക്കളുടെ ദൈവമായ ഭഗവാനെ വിളിക്കൂ. ഈ ദിവസം ഈ ജൂൺ 1-ാം തീയതി ഇങ്ങനെ സ്കൂള് തുറക്കാനൊക്കെ സമയമായി. എല്ലാവരും പുതിയ ഒരു രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, കാരണം പഠനം എന്തിൻ്റെയും തുടക്കം തന്നെയാണ്. വിദ്യ ആരംഭിക്കാനായിട്ട് എല്ലാ കുട്ടികളും, എത്രയോ കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് ചേരുന്ന പിന്നെ പുതുവർഷത്തെ വരവേൽക്കാനിരിക്കുന്ന, ഇപ്പോൾ 2-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് വരുന്ന ഈ ഷഷ്ടി നാളിൽ സന്താനങ്ങൾക്ക് വേണ്ടി, സന്താനങ്ങളുടെ സദ്ഗതിക്കായി എല്ലാവരും പ്രാർത്ഥിക്കൂ. ആണ്ടവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാഗദേവതകളുടെ അനുഗ്രഹം കൂടി ഉണ്ടാവാൻ അവരെയും സ്തുതിക്കൂ. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. ഇനി 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങളിലേക്ക് കടക്കുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങളോ വർക്ക്ഷോപ്പുകളോ ആരംഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഭക്ഷണ സാധനങ്ങളുടെ, അതായത് കാറ്ററിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിജയസാധ്യത അല്ലെങ്കിൽ ധനലാഭം ഉണ്ടാകും. വാഹനത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അല്പം ധനവ്യയം വന്നാൽ പോലും പണം വന്ന് കൊണ്ടേയിരിക്കും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കും. പ്രതീക്ഷിക്കാത്ത അതിഥി വീട്ടിൽ വരും. ചിട്ടിയോ ലോട്ടറിയോ ഒക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. വിചാരിക്കാത്ത സന്ദർഭത്തിൽ പലവിധ ചിലവുകൾ വന്നു ചേരാം. ഊഹക്കച്ചവടം, അവധി വ്യവസായമൊക്കെ കുറച്ച് പ്രശ്നങ്ങളോടുകൂടിയാണെങ്കിലും അതൊക്കെ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പലവിധ ചിന്തകൾ കൊണ്ട് മനസ്സ് കലുഷിതമാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടും. ക്ലേശകരമായ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും. വളർത്തുമൃഗങ്ങൾ മുഖേന ധനവരുമാനത്തിനുള്ള യോഗമുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന്
സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വേണ്ടപ്പെട്ടവരുടെ വേർപാടൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുവാനുള്ള സാധ്യത വന്നു ചേരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നു. അപ്രതീക്ഷിതമായി സഹായങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ ലഭിച്ചേക്കാം. തറവാട്ട് സ്വത്തിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമൊക്കെ ഉണ്ടാകും. സംഘടനകളിലൊക്കെ ഭാരവാഹിയാകാനും ശോഭിക്കാനുമൊക്കെ സാധിക്കും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗമുണ്ട്. പലവിധ ചെലവുകൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരും. പുതിയ വാഹനം ലോൺ എടുത്ത് വാങ്ങിക്കും. കച്ചവടക്കാർക്ക് പണമിടപാടുകളിൽ സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഷഷ്ടി വ്രതം എടുക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെയും നാഗദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാ നന്മകളും അനുഭവിക്കുവാൻ ഇടയാവട്ടെ. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ച് പൂർത്തിയാക്കുവാൻ കഴിയും. പൊതുപ്രവർത്തകർക്ക് അണികളുടെ പിന്തുണയും പ്രാതിനിധ്യവും കിട്ടും. വാദ്യകലാകാരന്മാർക്കും നാടൻ കലാകാരന്മാർക്കും ഒക്കെ പ്രോത്സാഹനവും നേട്ടവും ഉണ്ടാകും. ഗ്രഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. സമയകൃത്യത പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്പം നഷ്ടം സംഭവിച്ചേക്കാം. സ്ത്രീ ജീവനക്കാരിൽ നിന്നും തിക്താനുഭവങ്ങളൊക്കെ വരുവാനിടയുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രതിബന്ധങ്ങൾ വർദ്ധിക്കും. കലാകാരന്മാർക്ക് പുതിയ പ്രോജക്റ്റുകളിൽ നിന്നും ധനവരവുണ്ടാവും. ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യത്തിൽ കാലതാമസമൊക്കെ അനുഭവപ്പെട്ടേക്കാം. ബന്ധുജനങ്ങൾ മുഖേന അനാവശ്യ ചിലവുകൾ വന്നു ചേരും. രോഗം മൂലമുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷമുണ്ടാകും. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും കാലതാമസവും ബുദ്ധിമുട്ടും അനുഭവപ്പെടും. വ്യവസ്ഥകൾ പാലിക്കാൻ സാധിക്കാതെ വരുന്നതിനാൽ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നില്ല. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ കഴിയുന്നതാണ്. ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും. രാഷ്ട്രീയ നേതാക്കൾക്ക് അധികാര സ്ഥാനമാനാദികൾ ലഭിക്കും. ക്ഷണിക്കപ്പെട്ട ചടങ്ങുകളിൽ ആദരിക്കപ്പെടും. മറ്റുള്ളവർ വരുത്തിവെച്ച ബാധ്യത മനസ്സിനെ അസ്വസ്ഥമാക്കും. ഗ്രഹനിർമ്മാണത്തിന് സഹായം ലഭിക്കും. വർത്തമാനത്തിലെ അപാകത കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ഇടവരുത്തരുത്. ചില കാര്യങ്ങൾ പകുതി വഴിയിൽ മുടങ്ങിപ്പോകാനുള്ള യോഗവും കാണുന്നു. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും. സൽക്കാരത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരും. മനക്കോട്ടകൾ ചിലപ്പോൾ പലതും തകർന്നു പോയെന്ന് വരാം. താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിയൊക്കെ ലഭിക്കും. കുടുംബത്തിലെ പിണക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യത്തിന് മാറ്റമോ തടസ്സമോ വന്നേക്കാം. അപ്രതീക്ഷിതമായ ബന്ധുക്കളുടെ ആഗമനം വീട്ടിൽ ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാൻ ഇടയുണ്ടാവും. പോലീസിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തെ സംബന്ധിച്ച പരാതികൾക്കെതിരെ ജാഗരൂകരായിരിക്കണം. മാർക്കറ്റിംഗ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യത ഉറപ്പാണ്. രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും നാഗദേവതയും കൂടി പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷയിൽ സന്താനങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. കലാരംഗത്ത് അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കും. സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിവാഹാലോചന കാര്യത്തിലൊക്കെ തുടക്കം കുറിക്കും. IT മേഖലയിൽ ജോലിക്ക് അവസരം ലഭിക്കും. പണയ വസ്തുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതുപോലെ കർമ്മമേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനം, കുടുംബകാര്യങ്ങളിൽ താല്പര്യം, ഇതൊക്കെ വന്നു ചേരും. കേസിൽ നിന്നും വിവാദങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കാനുള്ള യോഗം ഉണ്ടാകും. അതിൽ നിന്നൊക്കെ ഒരു മുക്തി തന്നെ ലഭിക്കും. സന്താനങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിന്നവർക്ക് ജോലി ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ടെക്സ്റ്റൈൽ ഗ്രഹോപകരണ വ്യവസായത്തിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാം. മാധ്യമ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കും. സ്ത്രീകൾക്ക് തൊഴിൽ പുരോഗതി വന്നു ചേരും. വിശേഷ ദേവാലയ ദർശനം, സൈനിക സേവനത്തിന് ആദരവ്, കലാരംഗത്ത് അംഗീകാരം, ഉന്നത പദവി, ഇതൊക്കെ ഏറ്റെടുക്കും
തീർക്കുവാനുള്ള അവസരം വന്നു ചേരും. പുനർവിവാഹ യോഗവും ദൂരയാത്രയ്ക്ക് സൗകര്യം കിട്ടാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. തുടങ്ങിവെച്ച പ്രവൃത്തികളൊക്കെ വിജയകരമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും നാഗദേവതകളെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുനർവിവാഹ യോഗത്തിനുള്ള സാധ്യത കാണുന്നു. ദൂരയാത്രയ്ക്ക് സൗകര്യം കിട്ടാതെ വിഷമിക്കും. അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. തുടങ്ങിവെച്ച പ്രവൃത്തികളൊക്കെ വിജയകരമായി ചെയ്തു തീർക്കുവാനായി സാധിക്കും. അതുപോലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. അന്യൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് മനസ്സ് അസ്വസ്ഥമാകും. ഭാര്യയുമായി അകർച്ചയ്ക്കൊക്കെയുള്ള സാധ്യത കാണുന്നു. ബാങ്കിൽ നിന്നും ബാധ്യതാ നോട്ടീസൊക്കെ വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷനൊക്കെ കണ്ണിനൊക്കെ ചിലപ്പോൾ തിമിരത്തിൻ്റെയൊക്കെ ഓപ്പറേഷൻ ആവശ്യമായി വന്നേക്കാം. അതുവഴി ആശ്വാസവും ലഭിക്കാം. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊക്കെ റിപ്പയർ ആവശ്യമായി വരും. തൻ്റെ പ്രവൃത്തികളിലെ ആലോചനക്കുറവ് കൊണ്ട് മനസ്താപം ഉണ്ടായേക്കാം. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വാദസംബന്ധമായ അസുഖങ്ങൾ ശരീരത്തെ വിഷമിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ അത്ര നന്നായി ശോഭിക്കുവാൻ കഴിയില്ല. ഉദ്യോഗത്തിൽ പ്രമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥലം മാറ്റമോ ലഭിക്കാം. ഔദ്യോഗിക രംഗത്ത് പ്രശസ്തിയും നേട്ടവും ഉണ്ടാകും. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ അമിതമായ ഉത്കണ്ഠ ഉണ്ടാവും. വസ്തുക്കൾ ക്രയവിക്രയം നടത്തി ധനം സമാഹരിക്കും. കാർഷിക കെടുതി കൊണ്ട് ധനനഷ്ടത്തിന് സാധ്യത വന്നു ചേരും. മേലധികാരികളിൽ നിന്നും ആനുകൂല്യം ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. റിയൽ എസ്റ്റേറ്റിൽ അല്പം ലാഭം വരാനും യോഗം കാണുന്നുണ്ട്. സ്ത്രീകൾ ഹേതുവായി അപവാദത്തിനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. കോടതി, ബാങ്ക് മുതലായവയിൽ നിന്നും നിയമ നടപടികളും വരാം. മാതാവിന് രോഗാരിഷ്ടതകൾ വരാം. അപ്രതീക്ഷിതമായ ധനനാശവും പ്രതീക്ഷിക്കാം. എല്ലാവിധ കഷ്ടതകളും മാറ്റുന്നതിനായി രാശിനാഥനായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗദേവതകളെയും അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് രംഗത്തെ വളർച്ച, സാഹിത്യാദി രംഗങ്ങളിൽ സംഗീത സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും മാധ്യമ പ്രവർത്തകർക്കും അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ, ഗ്രഹോപകരണ രംഗങ്ങളിൽ ധനവരുമാനം പ്രതീക്ഷിക്കാം. ഗ്രഹത്തിൻ്റെ പണി പുനരാരംഭിക്കുന്നതിനുള്ള യോഗം വരുന്നു. സ്വന്തം സ്ഥിതിക്കും അന്തസ്സിനും കോട്ടം വരുത്താവുന്ന ചില പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് അല്പം അപമാനമൊക്കെ നേരിടേണ്ടതായി വരും. ശാരീരികമായ രോഗാരിഷ്ടതകൾ അനുഭവപ്പെടും. മനസ്സുഖത്തിനായി വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകും. തിരക്കിലോ യാത്രക്കിടയിലോ ധനവും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ടെക്സ്റ്റൈൽ, ഗ്രഹോപകരണ രംഗങ്ങളിൽ ധനവരുമാനം പ്രതീക്ഷിക്കാം. ഗ്രഹത്തിൻ്റെ പണിയൊക്കെ പുനരാരംഭിച്ച് സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കും. പുതിയ സഹായ വാഗ്ദാനങ്ങൾ ലഭിക്കും. ജോലിക്കാർക്ക് ശമ്പള വർധനയോ പ്രമോഷനോ ഒക്കെ യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉത്സാഹത്തോടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും ബഹുമാനവും ലഭിക്കും. പൊതുപ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കും. കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കും. വിദേശ യാത്രയൊക്കെ സഫലമാകുന്ന ദിവസമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ, പുണ്യസ്ഥല സന്ദർശനം, മത്സരങ്ങളിലും ടെസ്റ്റുകളിലൊക്കെ വിജയത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. പ്രവർത്തന രംഗത്ത് അനുകൂലമായ അവസരം വന്നു ചേരും. വ്യവസായത്തിലോ കച്ചവടത്തിലോ ഒക്കെ ധനവരുമാനം പ്രതീക്ഷിക്കാം. യന്ത്രാദി വസ്തുക്കളെ വാടക, വാഹനം മുതലായവയിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്തോ സ്വദേശത്തോ ഒക്കെ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വന്നു ചേരുന്നു. പൊതുവെ അനുകൂലമായ ഒരു ദിവസമായതിനാൽ രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നാഗദേവതകളെയും സുബ്രഹ്മണ്യസ്വാമിയും പ്രാർത്ഥിക്കുന്നതും ഷഷ്ടിവ്രതമെടുക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാവും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലാകാരന്മാർക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ
ബിസിനസ് രംഗത്ത് മുന്നേറുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത യാത്രകളൊക്കെ ധനനഷ്ടത്തിനിടയാക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. വരവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ചിലവും കൂടും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല വിധി ഉണ്ടാവും. വിനോദങ്ങളിൽ കുടുംബാംഗങ്ങളോട് ഒത്തുചേർന്ന് പങ്കെടുക്കും. ദേവാലയ സന്ദർശനം നടത്തും. ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. സാങ്കേതിക സ്ഥാപനത്തിൽ ജോലി ലാഭം ലഭിക്കും. സർക്കാർ സഹായത്താൽ ഗൃഹനിർമ്മാണത്തിനുള്ള യോഗ്യത ഉണ്ടാവും. അപഖ്യാതി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദ്യോഗിക രംഗത്ത് യാത്രകൾ ആവശ്യമായി വരും. ബിസിനസ്സിൽ കൂടുതൽ ആദായം പ്രതീക്ഷിച്ച് മുതൽ മുടക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. വിദ്യാർത്ഥികൾ ഈശ്വരാധീനം കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. കലാപരമായ തൊഴിലിൽ അവസരങ്ങൾ ലഭിക്കും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ആശ്രയിച്ചു വരുന്നവർക്ക് സഹായം ചെയ്യുവാനുള്ള അവസരമുണ്ടാകും. തൊഴിൽ മേഖലയിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കും. സ്ത്രീകൾക്ക് വ്യാപാര സംരംഭത്തിന് സർക്കാർ സഹായം ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് പ്രശസ്തി ഉണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് തിക്താനുഭവങ്ങൾ വന്നു ചേരും. കച്ചവട രംഗത്ത് ധനബാധ്യത വന്നു ചേരും. ചെലവുകൾ വർദ്ധിക്കും. പ്രവൃത്തികളിൽ ആലസ്യവും നഷ്ടവും ഉണ്ടാകും. കരാർ ബിസിനസ്സുകാർക്കും ജോലിക്കാർക്കും ധനവരുമാനത്തിൽ മന്ദത അനുഭവിക്കേണ്ടതായി വരും. സഹായിക്കാമെന്നേറ്റിരുന്ന വ്യക്തികൾ പിന്മാറുന്നതും സ്വാഭാവികമാണ്. സംഗീതാദി കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയസാധ്യത ഉറപ്പുവരുത്തുക. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗദേവതകളെയും പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി കൂടി പ്രാർത്ഥിച്ച് ഗണപതിക്ക് യഥാശക്തി വഴിപാടും കഴിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളിൽ നിന്നും ഗ്രഹോപകരണങ്ങളിൽ നിന്നുമൊക്കെ അല്പം ആദായം പ്രതീക്ഷിക്കാം. ഇഷ്ടബന്ധുക്കളുടെ ബാധ്യതകൾ തീർക്കേണ്ടതായി വന്നേക്കാം. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാവും. കുറച്ചു കാലമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്ന രോഗത്തിന് ശമനം വന്നു ചേരും. കാർഷിക രംഗത്തും വിപണന രംഗത്തും പുതിയ സാധ്യതകൾ കണ്ടെത്തും. ദൃശ്യമാധ്യമ രംഗവുമായി ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. സ്ത്രീകളുമായി തർക്കങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിട്ടാനുള്ള പണം കൈവശം വന്നു ചേരാൻ കാലതാമസമെടുക്കും. സർക്കാർ ജോലിയുള്ളവർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. വാഹനാദി യന്ത്രോപകരണങ്ങൾ മുഖേന അപകട സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. ധനനഷ്ടം, ഗുരുജനങ്ങളുമായി അഭിപ്രായ ഭിന്നത, സഹപ്രവർത്തകരിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ, കാർഷികാദായം കുറയൽ ഒക്കെ വന്നു ചേരാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേതൃനിരയിൽ സ്ഥാനപ്രാപ്തി ഉണ്ടാകും. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണത്തിന് വായ്പ ആനുകൂല്യം ലഭിക്കും. മനക്ലേശം മാറിക്കിട്ടും. സാങ്കേതിക മേഖലയിൽ തൊഴിൽ പ്രാപ്തി ഉണ്ടാകും. ടെസ്റ്റിലും മത്സര പരീക്ഷയിലുമൊക്കെ വിജയമുണ്ട്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാക്കാനുള്ള സമയമാണ്. പുതുസംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കും. അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ മറികടക്കേണ്ടതായി വരും. രേഖകൾ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് വരും വരായ്മകളെക്കുറിച്ച് നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുക്കണം. വിലപിടിപ്പുള്ള വസ്തുക്കളോ സാധനങ്ങളോ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗദേവതകളെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, ഷഷ്ടി വ്രതമെടുക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ ഇരട്ടിപ്പിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ സർക്കാർ സഹായം ലഭിക്കും. വിവാഹ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. പുതുസംരംഭത്തിന് ആലോചന ഉണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ ഉന്നത പദവി ലഭിക്കും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക തലത്തിൽ അംഗീകാരം ലഭിക്കും. വിദേശ യാത്രയ്ക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. പിണങ്ങി നിന്ന ദമ്പതികൾ രമ്യതയിലെത്തും. സ്ത്രീകൾക്ക് ഔദ്യോഗിക രംഗത്ത് പ്രശസ്തി ഉണ്ടാകും. സന്താനങ്ങളെ പിരിഞ്ഞു നിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമായി വരും. കർഷകർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടിയെന്ന് വരില്ല. വിദ്യാർത്ഥികൾക്ക് പഠനഭാരം അല്പം വർദ്ധിക്കും. അതുപോലെ തന്നെ IT മേഖലയിലും സാങ്കേതിക രംഗത്തും തൊഴിൽ സാധ്യത തെളിഞ്ഞു വരുന്നു. ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻസ്
സാധ്യതയും ഉണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേതൃനിരയിലേക്ക് എത്തുവാനുള്ള അവസരം വന്നു ചേരും. വാഹനാദികളിൽ നിന്ന് ധനനഷ്ടവും നിയമപ്രശ്നവും ഉണ്ടാകുവാനിടയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ഇഷ്ടജനങ്ങളെ വേർപാട് കൊണ്ട് മനോദുഃഖം അനുഭവിക്കേണ്ടതായി വരും. വിദേശ ജോലിക്കാർക്ക് യാത്രാകാര്യങ്ങളിൽ വിഘ്നങ്ങൾ വരുവാനിടയുണ്ട്. പെരുമാറ്റ ദൂഷ്യം ആരോപിക്കുവാനിടയുണ്ട്. യാത്രകളിൽ ജാഗ്രത നഷ്ടപ്പെടരുത്. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ വാക്ക് പിഴയ്ക്കുവാൻ ഇടവരുത്. ഒന്ന് കരുതി സംസാരിക്കുക. അതുപോലെ തന്നെ IT തുടങ്ങിയ എഞ്ചിനീയറിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരും. സാമൂഹ്യ അംഗീകാരവും വർദ്ധിക്കും. വിവാഹാലോചനകളൊക്കെ ഫലപ്രാപ്തിയിൽ എത്തുന്നത് കൊണ്ട് രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും നാഗദേവതകളെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു താമസിക്കേണ്ടതായ സാഹചര്യം വരും. പുതിയ സ്ഥലത്ത് ജോലിയിൽ പ്രവേശിക്കും. അപവാദങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പെരുമാറ്റത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ്. വ്യാപാരികൾക്ക് പ്രതികൂല അനുഭവങ്ങളെ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. തനിക്കോ വേണ്ടപ്പെട്ടവർക്കോ ആശുപത്രിവാസത്തിനുള്ള യോഗവും വന്നു ചേരും. ധനസംബന്ധമായതോ പണസംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ അവസ്ഥ വന്നു ചേരാം. ആദായം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത തെളിഞ്ഞു വരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു നിവൃത്തി ഉണ്ടാകും. പൊതുരംഗത്ത് സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അധ്യാപക ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും സാധ്യത തെളിയുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ശാരീരിക അസ്വസ്ഥതകൾ മാറി ദേഹ സൗഖ്യം അനുഭവപ്പെടും. വാശിപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള ആവേശമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിവിദ്യാഭ്യാസത്തിന് അവസരം കിട്ടും. സന്താന ജനനം കൊണ്ട് ഗ്രഹത്തിൽ സന്തോഷമുണ്ടാകും. ജീവിത പങ്കാളിയുടെ പെരുമാറ്റത്തിൽ സന്തോഷം അനുഭവപ്പെടും. ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള വായ്പാ സൗകര്യമൊക്കെ ലഭിക്കും. വസ്ത്ര വ്യാപാര രംഗത്ത് പുതിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുവാൻ കഴിയും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിൽ പോലും രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗദേവതകളെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് അംഗീകാരം വർദ്ധിക്കും. പ്രായോഗിക ജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ജോലിക്കാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവും. ഏത് രംഗത്തായാലും കർമ്മപുഷ്ടിയും സാമ്പത്തിക നേട്ടവും ലഭിക്കാം. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. എഞ്ചിനീയറിംഗ് IT മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരും. ചിട്ടി കുറി തുടങ്ങിയവയിൽ നിന്നും ധനം കൈവശം വന്നു ചേരും. ചിട്ടി ലോട്ടറി തുടങ്ങിയവയിൽ നിന്നും ധനം കൈവശം വന്നു ചേരും. വീട് വാഹനം തുടങ്ങിയ അഭീഷ്ട വസ്തുക്കൾ ലഭിക്കുവാൻ ഇടയുണ്ട്. നേരത്തെ നിശ്ചയിച്ച കല്യാണം നടക്കുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു വരും. തൊഴിൽ രംഗത്ത് സാമ്പത്തിക പുരോഗതിയും അംഗീകാരവും ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വിദേശ യാത്രാ തടസ്സം മാറി അനുഭവത്തിൽ വന്നു ചേരും. നിയമപ്രശ്നങ്ങൾ അവസാനിച്ച് അനുകൂല വിധി ഉണ്ടാവും. ഗ്രഹത്തിന് ലോൺ സൗകര്യം വർദ്ധിക്കും. പഠിച്ച വിദ്യയോടനുബന്ധമായി ജോലി ലഭിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനത്തിൽ പദവി ഏറ്റെടുക്കും. ദമ്പതികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ഒന്നിച്ച് ജീവിക്കുവാനുള്ള അവസരം വന്നു ചേരും. പഠിച്ച വിദ്യയോടനുബന്ധിച്ച് ജോലികളൊക്കെ ലഭിക്കുകയും അതുപോലെ തന്നെ
വിദേശത്ത് നിന്നുള്ളവരിൽ നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കും. വിദ്യാഭ്യാസ വകുപ്പിൽ പ്രൊമോഷനും സ്ഥലം മാറ്റത്തിനുമൊക്കെയുള്ള സാധ്യത തെളിഞ്ഞു വരും. വാഹനവുമായി ബന്ധപ്പെട്ടവർക്കും കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ടവർക്കും കൂടുതൽ ധനവരുമാനം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിഗുണവും പഠനത്തിൽ മികവും വന്നു ചേരും. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുകയും നാഗദേവതകളെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുമ്പോൾ ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാവും. കാർഷിക രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യേണ്ടതായി വരും. കലാപ്രവർത്തനങ്ങളിൽ നിന്ന് ധനലാഭമുണ്ടാകും. അലങ്കാര വസ്തുക്കളിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം. വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും ഒക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം വർദ്ധിക്കും. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാർഷിക രംഗത്ത് തർക്കങ്ങൾക്കിടയുണ്ട്. ആദായം കുറഞ്ഞെന്ന പേരിലും അഭിപ്രായ വ്യത്യാസം വരാം. സന്താനങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അഭ്യുദയകാക്ഷികളൊക്കെ ശല്യമായി തീരുവാനുള്ള സാധ്യതയും കാണുന്നു. പോലീസ് മിലിറ്ററി വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി ലാഭം ലഭിക്കാം. ഭൂമി, വാഹനം, വാടക മുതലായവയുമായി ബന്ധപ്പെട്ട വരുമാനമുണ്ടാകാം. വിശേഷ ദേവാലയ ദർശനം നടത്താം. ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ആവശ്യമായി വരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള താല്പര്യം സാധ്യമായി കിട്ടുന്നതാണ്. ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടത്ര വിജയിക്കണമെന്നില്ല. രക്തദോഷ സംബന്ധമായ രോഗങ്ങൾക്കുള്ള കരുതലും ആവശ്യമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് കീഴ്ജീവനക്കാരുടെ മത്സരം കൊണ്ട് പൊറുതിമുട്ടും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സുബ്രഹ്മണ്യ സ്വാമിയെയും നാഗദേവതകളെയും രാശിനാഥനായ ശനീശ്വരനെ കൂടി പ്രാർത്ഥിച്ച് ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് തുടർ പഠനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. ചിരകാല അഭിലാഷങ്ങളൊക്കെ ഒന്നൊന്നായി പൂവണിയുന്ന ദിവസമാണ്. അവിചാരിതമായ നേട്ടങ്ങളിൽ പങ്കാളിയാകും. വിദ്യാർത്ഥികളിൽ ഏകാഗ്രതയും ഗുണവും വർദ്ധിക്കും. സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. IT മേഖലയിൽ പുതിയ ജോലി ലഭിക്കും. സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പുതിയ ബിസിനസ്സിൽ പണം മുടക്കും. അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കുചേരും. സിനിമ, TV കലാകാരന്മാർക്ക് ശോഭിക്കുവാൻ കഴിയും. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കരകയറാനുള്ള മാർഗം തെളിഞ്ഞു വരും. കർമ്മരംഗത്ത് ഉണർവും ഉന്മേഷവും കൈവരും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക തലത്തിൽ അംഗീകാരം ലഭിക്കും. പൊതുപ്രവർത്തനത്തിൽ ശക്തമായ തിരിച്ചുവരവ് സാധ്യമാകും. സ്ത്രീകൾക്ക് അധികാരതലത്തിൽ പ്രാതിനിധ്യം ലഭിക്കും. സന്താനങ്ങളുടെ തൊഴിലിൽ പുരോഗതി ഉണ്ടാവും. സാമ്പത്തിക നേട്ടത്തിന് സാധ്യത തെളിഞ്ഞു വരും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലോൺ അനുവദിച്ചു കിട്ടും. പതിവിലും അധികം എഴുത്തുകുത്തുകൾ ആവശ്യമായി വന്നേക്കാം. ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലിയിലുള്ളവർക്കും അനുകൂല സമയമാണ്. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. കാർഷിക വിഭവങ്ങളിൽ നിന്നും ആദായം ലഭിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊമോഷൻ അനുകൂലമായി വരും. ധനകാര്യ സ്ഥാപനത്തിലെ ബാധ്യത തീർക്കും. മാനസിക പ്രയാസം കുറയും. സ്ഥിര വരുമാനത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. സാമൂഹ്യ സേവനത്തിന് പ്രശംസ ലഭിക്കും. കുടുംബത്തിൽ സൗഹൃദ സംഭാഷണങ്ങളും ആഹ്ലാദ അന്തരീക്ഷവും ഉണ്ടാവും. ബന്ധുക്കളെ കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നു. എല്ലാ നന്മകളും അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും നാഗദേവതകളുടെ അനുഗ്രഹവും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും 2ാം ഭാവത്തിലേക്ക് മാറിയ ശുക്രൻ്റെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാ നക്ഷത്രക്കാർക്കും 27 രാശിക്കാർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആണ്ടവൻ്റെയും നാഗദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശുക്രൻ്റെ രാശിമാറ്റം എല്ലാവർക്കും അനുകൂല ഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.